ഞങ്ങൾ RSSുമായി ചേർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയാണ് ഇത് നാളെ വലിയ വിവാദമാവും കേട്ടോ. അപ്പോൾ പുള്ളിയുടെ മറുപടി അതിൽ വിവാദം എന്താണ്, സത്യമല്ലേ? ഇപ്പോൾ ചോദ്യം ചോദിച്ച് മുന്നിലിരിക്കുന്ന അഭിലാഷിനെ ഉത്തരം മുട്ടിക്കുകയല്ല ചെയ്തത്, ഉത്തരം പറഞ്ഞ് സ്വന്തം പാർട്ടിക്കാരെ ഗോവിന്ദൻ മാഷ് ഉത്തരം മുട്ടിച്ചിരിക്കുകയാണ്. RSSുമായിട്ടുള്ള ബന്ധം ഇനിയും മറച്ചു വെക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധിക്കുന്ന കാര്യമൊന്നുമില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിരുന്ന മുന്നണി ബന്ധമൊക്കെ ഇപ്പോഴത്തെ മുന്നണി ബന്ധവുമായിട്ട് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ന് നിശബ്ദമായ പ്രചരണമാണ്. പക്ഷേ നിശബ്ദമാകാത്ത ഒരു പ്രചരണ വിവാദത്തിനാണ് ഇന്ന് തുടക്കം വിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് RSS CPMുമായി ചേർന്ന് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ CPMും RSSുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടെന്നുള്ള ചരിത്ര സത്യം മറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് വിവാദമാക്കേണ്ട കാര്യമില്ല എന്ന് MV ഗോവിന്ദൻ പറയുകയാണ്, CPM സംസ്ഥാന സെക്രട്ടറി. അതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും അവസാനത്തെ വിവാദമായിട്ടുള്ള ചർച്ച. ആ ചർച്ച എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ വോട്ടർമാരെ ബാധിക്കുക എന്നുള്ളൊരു വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അഭിലാഷ് നൽകുന്ന അഭിമുഖത്തിൽ ആദ്യം അതെ അഭിലാഷ് ഞാൻ പറഞ്ഞു വരുമായിരുന്നു. അഭിലാഷ് എന്ന അഭിമുഖത്തിൽ ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട് ഇത് വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന്. അപ്പോൾ അഭിലാഷിൻ്റെ ചോദ്യം ഇത് വിവാദമാകുമോ എന്നുള്ളതാണ്. അപ്പോൾ വിവാദമായാലും കുഴപ്പമില്ല, ചരിത്രമായി തന്നെ നിലനിൽക്കും. രാഷ്ട്രീയ സാക്ഷരതയുള്ള കേരളത്തിലെ ചരിത്ര വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ ചരിത്രം അറിയാവുന്നവർ എന്തുകൊണ്ട് എങ്ങനെയാണ് CPM RSSുമായി ബന്ധപ്പെട്ടത് എന്നുള്ളതിന് ഉത്തരം കണ്ടെത്തുമെന്നുള്ളൊരു മറുപടിയും ആത്മവിശ്വാസവുമാണ് ഗോവിന്ദൻ മാഷിൻ്റെ വാക്കുകളിൽ ഞാൻ കാണുന്നത്. അത് എത്രമാത്രം പ്രായോഗികമാണ്, പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന മണിക്കൂറുകൾക്കുള്ളിൽ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു അവസ്ഥയിൽ ഇത്തരമൊരു പ്രസ്താവന. ചരിത്രം എപ്പോൾ എങ്ങനെ പറയണം എന്നുള്ളതും പ്രധാനമാണല്ലോ. ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ്. ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്നത് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ്, അവസാനത്തെ ദിവസമാണ്. അന്ന് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് രണ്ട് പക്ഷത്തെയും ഏറ്റവും പ്രമുഖരുടെ അഭിമുഖം എടുക്കാൻ തീരുമാനിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നു, MV ഗോവിന്ദൻ മാസ്റ്ററെ കാണുന്നു. PK കുഞ്ഞാലിക്കുട്ടിയോടും MV ഗോവിന്ദൻ മാസ്റ്ററോടും രണ്ടുപേരോടും ഒരേ തരത്തിലുള്ള ഒരേ വിഷയത്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതായത് ജമാഅത്തെ ഇസ്ലാമി ബന്ധം, നിലമ്പൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ജമാഅത്തെ ഇസ്ലാമി ബന്ധം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ ഊന്നിയാണ് രണ്ട് നേതാക്കളോടും സംസാരിച്ചത്. കുഞ്ഞാലിക്കുട്ടി വളരെ ഗാർഡഡ് ആയിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം ഒരു വേള എന്നോട് പറയുകയും ചെയ്തു, ഇപ്പോൾ ഞാനിതിൽ സംസാരിച്ച് മതരാഷ്ട്രവാദം എങ്ങനെ ഉണ്ടായി, മതരാഷ്ട്രം ഇപ്പോൾ വരുമോ എന്നൊക്കെ ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ല, 2 ദിവസം കഴിഞ്ഞാലും ആവാമല്ലോ, എന്തായാലും 19-ാം തീയതി കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സുദീർഘമായ ചർച്ചയിലേക്ക് ഞാൻ എത്ര ചോദിച്ചാലും ഇതിനപ്പുറം ഞാനൊന്നും പറയില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഇതേ അഭിമുഖത്തിലുണ്ട്. പക്ഷേ MV ഗോവിന്ദൻ മാഷ് ഈ വിഷയത്തിൽ തുടർന്ന ഒരു ചർച്ചയ്ക്ക് തയ്യാറായി. ആ ചർച്ചയ്ക്കിടയിലാണ് ഈ 2 പരാമർശങ്ങൾ ഉണ്ടായത്. ആദ്യത്തെ ഈ പരാമർശത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി മുമ്പ് LDFുമായി സഹകരിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുകയാണ്, UDF അവരുമായി സഹകരിക്കുന്നതിനെ എതിർക്കുകയാണ്, നിങ്ങളുമായി മുമ്പ് ജമാഅത്തെ ഇസ്ലാമി സഹകരിച്ചിട്ടുണ്ടല്ലോ. ഈ വിഷയമാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഇതിനുള്ള മറുപടി ആയിട്ടാണ്, അതിനൊരു താർക്കിക യുക്തി എന്ന് നമ്മൾ പറയാം, അതിനുള്ള ഒരു താർക്കിക യുക്തിയായിട്ടാണ് ഗോവിന്ദൻ മാഷ് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല ഞങ്ങൾ RSSുമായി സഹകരിച്ചിട്ടില്ലേ എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നത്. ആ സമയത്താണ് ഞാൻ പറയുന്നത് ഞങ്ങൾ RSSുമായി ചേർന്നിട്ടില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയാണ് ഇത് നാളെ വലിയ വിവാദമാവും കേട്ടോ. അപ്പോൾ പുള്ളിയുടെ മറുപടി അതിൽ വിവാദം എന്താണ്, സത്യമല്ലേ? ശരിയാണ്, RSS കൂടി ചേർന്നിരുന്ന ജനതാ സംവിധാനത്തോട് CPM സഹകരിച്ചു. ഇതിലൊരു പ്രശ്നം ഈ 2 വാചകങ്ങൾ, ഒരു പോസ്റ്റ് ട്രൂത്ത് കാലമാണല്ലോ, RSSുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ടല്ലോ അത് സത്യമാണല്ലോ എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നതാണ് വലിയ തോതിൽ പ്രചരിക്കുക. പിന്നെ അതിനെ വിശദീകരിച്ച് ജനതാ പാർട്ടിയുടെ ഘടന ഇതായിരുന്നു, ജനതാ പാർട്ടിയിൽ ഇന്ന ആളുകളാണ് ഉണ്ടായിരുന്നത് തുടങ്ങിയവയാണ് ഇന്ന് അദ്ദേഹം വിശാലമായി ഒരു എഴുതി വായിച്ച പ്രസ്താവനയിൽ പറഞ്ഞത്. ചരിത്രപരമായി ശരിയാണ്, പക്ഷേ അത് RSSുമായിട്ടുള്ള സഹകരണം എന്നുള്ളതിനപ്പുറത്ത് ഇന്ദിരാവിരുദ്ധരുടെ ഒരു മുന്നണിയായിരുന്നു, ഒരു കൂട്ടായ്മയായിരുന്നു. ഇന്ദിരാവിരുദ്ധരായ എല്ലാവരും അതിനകത്തുണ്ടായിരുന്നു, അതിനോട് CPM സഹകരിച്ചിട്ടുണ്ട്. ഇതൊരു ചരിത്ര വസ്തുതയാണ്. ഈ ചരിത്ര വസ്തുതയെ RSSുമായി ഞങ്ങൾ സഹകരിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുക വഴി വലിയ പ്രതിസന്ധിയാണ് LDFന് ഗോവിന്ദൻ മാഷ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അത് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, നിലമ്പൂർ എന്ന് പറയുന്നത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ വലിയ തോതിൽ അംഗങ്ങളായിട്ടുള്ള ഒരു മണ്ഡലമാണ്. 45% മുസ്ലിം വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ RSS ഞങ്ങളുടെ പഴയ ചാർച്ചക്കാരായിരുന്നു എന്ന് ഖണ്ഡിതമായി 2-3 തവണ പറയുന്ന വിധത്തിൽ, പിന്നെ എക്സ്പ്ലനേഷനൊക്കെ പിന്നെയാണല്ലോ, ആദ്യം ഈ കാര്യമല്ലേ. അപ്പോൾ അത് ഒരു വലിയ കൺഫ്യൂഷൻ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കും. CPMന് ഫയർ ഫൈറ്റിംഗ് മോഡിലേക്ക് സ്വാഭാവികമായും പോകേണ്ടി വന്നു, അവർ ഡിഫെൻസീവിലായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം, നിശബ്ദ പ്രചരണ ദിവസത്തിൽ വലിയൊരു ആയുധം UDFനെ സംബന്ധിച്ച് കിട്ടി. അത് അവർ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തു, പല തരത്തിൽ ഉപയോഗിച്ചു, പല വേർഷനുകൾ. അതായത് ഇത് സ്വരാജിനെതിരെ ആണ് എന്ന് തുടങ്ങിയ BJPയുമായി ബന്ധം സ്ഥാപിക്കാനാണ് എന്ന് വരെയുള്ള വിവിധ നെറേറ്റീവുകൾ ഉണ്ടാക്കി കിട്ടിയ അവസരത്തെ പരമാവധി UDF ഈ സന്ദർഭത്തിൽ ഉപയോഗിച്ചു. അപ്പോൾ പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കളുടെ എതിരാളികൾക്ക് ആയുധം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ ചെയ്യേണ്ട കാര്യം.
അതിവിടെ എം വി ഗോവിന്ദന് കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, നമ്മുടെ തന്നെ ഫോണ്ടിൽ വ്യാജമായ രീതിയിൽ പല വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് UDF കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അത് കണ്ടത് ബാന്ധവം തുടരാൻ ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും UDFുമായുള്ള ബന്ധം, അല്ലെങ്കിൽ VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം മാറി അവരുടെ പഴയകാല രീതിയല്ല എന്ന് പറഞ്ഞുള്ള പ്രസ്താവന വരികയും അതിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്തിരുന്നവർക്ക് ഇപ്പോൾ ഒരു വലിയ പിടിവള്ളിയായിട്ട് RSS ബന്ധം കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഒരു ഗാർഡ് ചെയ്ത് സംസാരിക്കണമായിരുന്നു, തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത്. ഗോവിന്ദ മാഷെ പോലെ അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗോവിന്ദ മാഷ് പാർട്ടി ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഈ മുന്നിലിരിക്കുന്ന ആളുകളോട് തിരിച്ച് ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കുന്ന ആളാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അത്തരത്തിൽ പാർട്ടി ക്ലാസ്സുകളിൽ ഇരുന്ന പല ആളുകളും ഈ അനുഭവം എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചോദ്യം ചോദിച്ച് മുന്നിലിരിക്കുന്ന അഭിലാഷിനെ ഉത്തരം മുട്ടിക്കുകയല്ല ചെയ്തത്, ഉത്തരം പറഞ്ഞ് സ്വന്തം പാർട്ടിക്കാരെ ഗോവിന്ദ മാഷ് ഉത്തരം മുട്ടിച്ചിരിക്കുകയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ CPM സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദുഷ്ടലാക്ക്. അഭിലാഷ് ചെന്ന് ഈ CPM ഉപയോഗിക്കുന്ന ദുഷ്ടലാക്കോടുകൂടി ഉള്ള ചോദ്യം ചോദിച്ചാലും എം വി ഗോവിന്ദനെ പോലെ ഒരാൾ CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ M സ്വരാജ് എന്താ പറഞ്ഞത്? ഞങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുമായിട്ടാണ് സഹകരിച്ചത്. ഇപ്പോൾ ജനതാ പാർട്ടിക്കകത്ത് ജനസംഘം മാറി ജനതാ പാർട്ടി ഉണ്ടായി. ഈ ജനസംഘത്തിനകത്ത് RSS ഉണ്ട്. ഈ രീതിയിലാണ് ചരിത്രമുള്ളത്. ഇതിൽ എം വി ഗോവിന്ദന് കൃത്യമായി പറഞ്ഞൊഴിയാമായിരുന്ന ഒരു കാര്യം, ഇനി RSSന്റെ കാര്യം തന്നെ പ്രത്യേകിച്ച് എടുത്ത് ചോദിച്ചാലും പറയാമായിരുന്ന ഒരു കാര്യം, സാങ്കേതികമായി അന്ന് RSS നിലവിലില്ല. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അപ്പോൾ തന്നെ ഇപ്പോൾ ഈ ഏറ്റവും വലിയ ചർച്ചയാവുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും RSSനെയും അടക്കമുള്ള മറ്റ് പല സംഘടനകളെയും ഇന്ദിരാഗാന്ധി അന്ന് നിരോധിച്ചിരുന്നു. ഇപ്പോൾ RSSുമായി കോൺഗ്രസ് ചോദിക്കുകയാണ്, നിങ്ങൾ കൂട്ടുകൂടിയില്ലെന്ന് പറഞ്ഞാൽ, ഇല്ല, ഞങ്ങൾ കൂട്ടുകൂടിയിട്ടില്ല. RSS അംഗങ്ങൾ ഉൾപ്പെട്ട ജനസംഘം, അത് ജനസംഘം മാറി ജനതാ പാർട്ടിയാകുന്നു, അവരുമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊഴിയാമായിരുന്ന ഒരു കാര്യത്തെയാണ് എവിടെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് ഗോവിന്ദ മാഷ് ദുഷ്ടലാക്കോടുകൂടി എന്നോട് ചോദ്യം ചോദിച്ചു എന്ന് പറയാതിരുന്നത്. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞൊഴിയാമായിരുന്ന ഒരു കാര്യം, RSS നിലവിലില്ലാത്ത, സാങ്കേതികമായി നിലവിലില്ലാത്ത, പ്രവർത്തിക്കാത്ത RSSുമായി ഞങ്ങൾ സഹകരിച്ചിരുന്നു എന്ന് എം വി ഗോവിന്ദനെ പോലെ ഒരാൾ പറയുമ്പോൾ CPM ഇതിൻ്റെ തിക്തഫലം അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ഡാമേജ് എന്താണെന്നുള്ളത് അനുഭവിച്ചേ പറ്റൂ. ഇത് മാത്രമല്ല, ഇത് ഇവിടെ തീരുന്നില്ല കേട്ടോ. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രശ്നം, തെരഞ്ഞെടുപ്പ് തോറ്റാലും ജയിച്ചാലും CPM ഇടതുപക്ഷം വളരെ ശക്തമായി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എടുത്ത് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അപ്പോൾ UDFനെ പ്രതിരോധത്തിൽ നിർത്താൻ കഴിയുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് UDFിൽ നിന്ന് വലിയ ആക്രമണം ഉണ്ടാക്കാനുള്ള ഒരു വലിയ വാതിൽ തുറന്നു വെച്ചു കൊടുക്കുകയാണ് ഈ RSSനെ കുറിച്ചുള്ള ഈ തുറന്നു പറച്ചിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു, ഞാൻ പറയും മണ്ടത്തരം എന്ന് പറയും, ഈ മണ്ടത്തരത്തിലൂടെ CPM നേതാവ് എം വി ഗോവിന്ദൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്നവർക്ക് എപ്പോഴും ഈ CPMന്റെ പല മണ്ടത്തരം, ഇത്തരം മണ്ടത്തരങ്ങൾ ഒന്നുകൂടാണ് ചോദിക്കുന്നത്. അതായത് എല്ലാ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഇങ്ങനെ വരാറുണ്ട്. ഒന്ന് നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് VS അച്യുതാനന്ദൻ നേരെ ഒഞ്ചിയത്തേക്ക് പോകുന്നത്, അവിടെ TP ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ആ പാടെ കൺഫ്യൂഷൻ ഇതേ രീതിയിലുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കൊല്ലത്ത് ഒരു പരനാറി പ്രയോഗം പിണറായി വിജയൻ നടത്തുന്നത്. പ്രേമേന്ദ്രൻ അതുവരെ ഒപ്പമുള്ള ആളാണ്, അദ്ദേഹത്തിനെതിരെ ആ ഒരു പ്രയോഗം നടത്തുകയും MA ബേബിക്ക് അത് വലിയ തിരിച്ചടിയാകുകയും ചെയ്തു. അന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നതാണ്, ഇത്തരം തെരഞ്ഞെടുപ്പ് സമയത്ത് ചില വാക്കുകൾ, ചില പ്രസ്താവനകൾ ഇതൊക്കെ നടത്തുന്നത് വളരെ ദോഷകരമായി ബാധിക്കും എന്നറിയാത്തവരല്ലല്ലോ CPM നേതാക്കൾ, പ്രത്യേകിച്ച് ഗോവിന്ദ മാഷ്. ഇതിനകത്ത് ഒരു സന്ദേശം കൂടെയുണ്ട്. 45% വരുന്ന ഹിന്ദു വോട്ടുമുണ്ട്. RSSന് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെയും BJPയുടെ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടായിരിക്കില്ലേ ഗോവിന്ദ മാഷ് ഇങ്ങനെ പറഞ്ഞതെന്നൊരു ദുസൂചന നൽകുന്നുണ്ട്. അതും ഒരു ദുഷ്ടലാക്കല്ലേ, ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്ത് ഇപ്പോൾ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ BJPക്ക് പരമാവധി സമാഹരിക്കാൻ കഴിയുക 5000-നും 8000-നും ഇടയ്ക്കുള്ള വോട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ 12,000 ഏറ്റവും കൂടുതൽ കിട്ടി സുരേന്ദ്രൻ. അതെ. പക്ഷേ അവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ, നിങ്ങൾ മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ തെക്കൻ കേരളത്തിലൊക്കെ ഉള്ളതുപോലെ BJPക്ക് വലിയ ട്രാക്ഷനുള്ള മേഖലയല്ല. അതായത് ബൈ ഡീഫോൾട്ടായിട്ട് തന്നെ CPMലേക്കോ LDFലേക്കോ വരുന്ന വോട്ടുകളാണ് അതിൽ ഭൂരിപക്ഷം കുറേ കോൺഗ്രസിലേക്കും. ഇതാണ് മലപ്പുറത്തെ ഒരു വോട്ടിൻ്റെ ഡിസൈൻ. അതല്ലാതെ BJPക്ക് ഏതെങ്കിലും തരത്തിൽ BJP വോട്ട് അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു തരത്തിലുള്ള വോട്ട് അവിടെ ഇല്ല. അതുകൊണ്ട് ആ വോട്ടിനെ ചെയ്യുന്നു അല്ലെങ്കിൽ ആ വോട്ടിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ വസ്തുതയില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ പ്രസ്താവന കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇന്ന് നോക്കൂ, UDFന്റെ പ്രമുഖരായ നേതാക്കൾ എല്ലാവരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രതികരിക്കാത്ത നേതാക്കളില്ല എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും തന്നെ വാർത്താ സമ്മേളനം നടത്തുന്നു, ഇതിനെ വലിയ ആഘോഷമാക്കുന്നു. നമ്മളിതിൽ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ
ഈ തെരഞ്ഞെടുപ്പിൽ CPM വളരെ സജീവമായി ഉയർത്തിയ ഒരു വിഷയം ജമാഅത്തെ ഇസ്ലാമി UDFനെ സഹായിക്കുന്നു എന്നുള്ളതായിരുന്നു. ആ ചർച്ച അങ്ങനെ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഘട്ടത്തിൽ VD സതീശന്റെ ഭാഗത്തു നിന്ന് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നൊരു പരാമർശം വന്നു. ഇത് വലിയ തോതിൽ അവിടെ ഗ്രൗണ്ടിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ജനവിഭാഗത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന സുന്നികളെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി പുത്തൻവാദികളാണ്. അവർ ആ തരത്തിലുള്ള സാമൂഹ്യ എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ നിൽക്കും എങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുമായി പ്രാസ്ഥാനികമായ യോജിപ്പ് അവരെ സംബന്ധിച്ച് സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയോ ജമാഅത്തെ ഇസ്ലാമിയോ UDFനെ തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചു അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്തു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അവർ മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ച് വളരെ മികച്ച ഒരു സംവിധാനമായി മാറി എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തത് സുന്നി വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രതിഫലിക്കുമോ എന്നൊരു UDF ആശങ്ക പല നേതാക്കളും അവിടെ രഹസ്യമായി പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ച് AP സുന്നി വോട്ടുകൾ അൻവറിലേക്ക് പോകുമെന്നൊക്കെയുള്ള സൂചനകൾ അവിടെ ഉണ്ടായിരുന്നു. UDFന്റെ അല്ലെങ്കിൽ ലീഗിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ EK സുന്നികൾക്കിടയിൽ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും അത് ക്രോസ് വോട്ടിങ്ങിലേക്ക് നയിക്കാമെന്ന ഒരു സിറ്റുവേഷനൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഗതി വന്നത്. ഇപ്പോൾ RSS വിരുദ്ധത എന്നുള്ളതൊരു റാലിയിങ് പോയിന്റാണ്. RSS വിരുദ്ധത എന്ന് പറയുന്നത് വിവിധ മുസ്ലിം സംഘടനകളെ സംബന്ധിച്ച്, വിവിധ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വിവിധ ഇതര സംഘടനകളെ സംബന്ധിച്ചൊക്കെ ഒരു റാലിയിങ് പോയിന്റാണ്. അത് അവസാനത്തെ ദിവസം ഈ ഒരു പ്രസ്താവനയിലൂടെ കിട്ടിയിരിക്കണം. അതായത് മറ്റേ ആശങ്കകളെയൊക്കെ ദൂരീകരിക്കുന്ന വിധത്തിൽ. അതുകൊണ്ട് UDFനെ സംബന്ധിച്ച് ഈ പറഞ്ഞ എന്താ പറയുക വാവിട്ട വാക്കെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ആവർത്തിച്ച് വന്നുപോയ ഈ പരാമർശം ആ തരത്തിൽ ഒരു UDFനെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് അവരുടെ നേതാക്കൾ ഒന്നൊഴിയാതെ എല്ലാവരും ഈ വിഷയത്തിൽ സവിസ്തരം പ്രസ്താവനകളും പ്രതികരണങ്ങളും ഒക്കെയായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ RSSുമായിട്ടുള്ള ബന്ധം ഇനിയും മറച്ചു വെക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധിക്കുന്ന കാര്യമൊന്നുമില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിരുന്ന മുന്നണി ബന്ധമൊക്കെ ഇപ്പോഴത്തെ മുന്നണി ബന്ധവുമായിട്ട് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ചിരി വരുന്ന കാര്യം. കാരണം അന്ന് CPI എവിടെയാണ്? അന്ന് CPI അപ്പുറത്താണ് നിൽക്കുന്നത്. അന്ന് K സുധാകരൻ എവിടെയായിരുന്നു? അദ്ദേഹം കോൺഗ്രസിൽ പോലുമില്ല, അദ്ദേഹം സംഘടനാ കോൺഗ്രസിലാണ്. അല്ല, അദ്ദേഹം അടിയന്തരാവസ്ഥക്കെതിരായിരുന്നു. അദ്ദേഹം ഇപ്പം പെണ്ണമ്മ ജേക്കബ് എന്ന് പറയുന്ന മൂവാറ്റുപുഴയിൽ നിന്നുള്ള MLA, ആ MLAയുടെ പ്രസംഗമാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രസംഗം. അവരുടെ പാർട്ടി ഇന്നിപ്പോൾ എവിടെയാണ്? UDFന്റെ കൂടെയാണ്. അപ്പോൾ അത് അപ്പുറവും ഇപ്പുറവും മാറി മാറി നിന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ചരിത്ര സത്യം ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് വോട്ട് പോകുമെന്നുള്ള ഭയം വേണ്ട എന്നുള്ളൊരു ആത്മവിശ്വാസം CPMനുണ്ടായില്ലേ? പക്ഷേ അങ്ങനെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം ഇത്രയും വലിയൊരു വിവാദം RSSുമായി ബന്ധപ്പെട്ട് CPMന് നേരിടേണ്ടി വരുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വലിയ പരാജയമാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. അന്നത്തെ ഈ 77-ലെ ജനതാ പാർട്ടിയും CPMും, അന്നത്തെ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ആ രീതിയിൽ എവിടെയുമില്ല. CPM പിന്നെയും ഇപ്പോൾ കേരളത്തിൽ ഭരിക്കുന്ന, രാജ്യത്തൊരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായിട്ട് ഇപ്പോഴും CPM ഉണ്ട്. അന്ന് ജനതാ പാർട്ടി RSSന്റെ കാര്യത്തിൽ എടുത്ത നിലപാട് കാരണം ജനതാ പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് ഒരു സർക്കാരാണ്. കാരണം അന്ന് ഈ ഡ്യുവൽ മെമ്പർഷിപ്പ്, ഇരട്ട അംഗത്വം എന്ന് പറയുന്ന ഒരു പ്രശ്നം അന്ന് ഉയർന്നു വന്നു. അടിയന്തരാവസ്ഥ പിൻവലിച്ചു. മൊറാർജി സർക്കാർ വന്നതിന് ശേഷം RSSന്റെ നിരോധനം പിൻവലിക്കുന്നു. RSSൽ നിന്ന് ജനസംഘം വഴി ജനതാ പാർട്ടിയിൽ വന്ന പല അംഗങ്ങളും RSSുമായിട്ടുള്ള ബന്ധം തുടരുന്ന ഘട്ടത്തിൽ ജനതാ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം വന്നു. ഇങ്ങനെ ജനതാ പാർട്ടിയിലും RSSലുമായി അംഗത്വം തുടരുന്നത് ശരിയല്ല എന്ന പ്രശ്നം ഉയർന്നു വരികയും 1979 ഏപ്രിലിൽ ജനതാ പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് ഇത്തരത്തിലുള്ള മെമ്പർഷിപ്പിന് തുടരാൻ കഴിയില്ല എന്ന നിലപാടെടുക്കുകയും ഇത് വലിയ രീതിയിൽ പാർട്ടിക്കകത്ത് പിളർപ്പിലേക്ക് നയിക്കുകയും ജനതാ പാർട്ടിയിലെ സെക്യുലർ വിഭാഗം ചരൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള പിളർപ്പുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. അന്നത്തെ ജനസംഘത്തിലും RSSലും ഒക്കെ അംഗങ്ങളായിരുന്ന AB വാജ്പേയി, LK അദ്വാനി അടക്കമുള്ള നേതാക്കൾ ഇതിൽ നിന്ന് പുറത്തു പോവുകയും പിന്നീട് BJP ഉണ്ടാവുകയും ചെയ്തു. അന്ന് ഈ സർക്കാരിന്റെ പതനത്തിന് ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നായി മാറിയത് ഈ ഒരു പ്രശ്നമാണ്. അങ്ങനെ ജനതാ പാർട്ടി ഒരു നിലപാടെടുത്ത് അന്ന് ആ സർക്കാരിനെ തന്നെ നഷ്ടപ്പെടുത്തിയാണ്. അങ്ങനെ അപ്പോൾ അന്ന് ഈ ഭരണത്തിന് പുറത്താണ് CPM അപ്പോഴും വളരെ ശക്തമായ നിലപാടുകൾ, പ്രത്യയശാസ്ത്ര നിലപാടുകൾ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷവും പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടി ഇപ്പോൾ മാറി വന്നിട്ട് അന്ന് RSSുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടാണെങ്കിലും അവർ ഇത്രയും പറഞ്ഞ രാഷ്ട്രീയത്തെയാണെങ്കിലും വല്ലാതെ റദ്ദ് ചെയ്ത് കളയുന്ന ഒരു പ്രശ്നം എന്താ അറിയോ? RSSുമായും ഞങ്ങൾ ചേർന്നിട്ടുണ്ടല്ലോ എന്ന ഈ ചോദ്യത്തിന്റെ ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനുണ്ടാക്കാൻ കഴിയുന്ന പ്രഹരശേഷി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ പറഞ്ഞ ചരിത്രമൊക്കെ എത്ര പേർക്ക് അറിയാം? ഇത് സാധാരണ ജനങ്ങളാണല്ലോ ഈ പറഞ്ഞ ഒറ്റ വാചകം കേൾക്കുന്നത്. അപ്പം അതുമാത്രമല്ല, ഈ ജനതാ പാർട്ടി മൊറാർജി സർക്കാർ വീണതിന് ശേഷം നടന്ന 1980 തെരഞ്ഞെടുപ്പിൽ CPMന്റെ M രാമണ്ണ റൈക്കെതിരെ ആരായിരുന്നു കാസർകോട്ടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നൊരു ചോദ്യത്തിന് തന്നെ
മറുപടി പറഞ്ഞാൽ തന്നെ ഈ പ്രശ്നം അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ഓരോ ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിയാൻ പറ്റും. RSS അല്ലെങ്കിൽ BJP ജനസംഘം പല ഘട്ടങ്ങളിൽ എടുത്തിട്ടുള്ള പല പൊളിറ്റിക്കൽ സ്റ്റാൻസുകളുണ്ട്. കേരളത്തിൽ അതിന് ടേക്കേഴ്സ് രണ്ട് പക്ഷത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിന്റെ ചരിത്രം മുഴുവൻ പറയുന്നൊന്നുമില്ല. കോലി സഖ്യം ഏറ്റവും ഒടുവിൽ 1991 നടന്നത് നമുക്കറിയാം. എങ്ങനെയാണ് മഞ്ചേശ്വരത്തൊടുവിൽ KG മരാർ പരാജയപ്പെടുകയും അതൊരു പാളിപ്പോയ പരീക്ഷണമായി പിന്നീട് BJP വിലയിരുത്തുകയൊക്കെ ചെയ്തത് നമുക്കറിയാം. ഇതൊക്കെ കേരളത്തിന്റെയും ഇന്ത്യയുടെയൊക്കെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഞങ്ങൾ RSSുമായും ചേർന്നിട്ടുണ്ടല്ലോ എന്ന ഒരൊറ്റ സെന്റൻസ് ഉണ്ടാക്കുന്ന പ്രഹരം ഈ പറഞ്ഞ വലിയ വിശാലമായ ചരിത്രം ഇഴകീറി പരിശോധിച്ച് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള സമയമില്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ അങ്ങനെ ഒരു പ്രക്രിയ നടക്കില്ലല്ലോ. അഭിലാഷ്, ഇപ്പോ രാഷ്ട്രീയമായിട്ട് ചില യാഥാർത്ഥ്യങ്ങളെ, ചില രാഷ്ട്രീയമല്ല ചരിത്രപരമായ ചില യാഥാർത്ഥ്യങ്ങളെ പോലും CPM-ൻ്റെതായ വ്യാഖ്യാനങ്ങളിലൂടെ മാറ്റിമറിച്ച് അവർക്ക് അനുകൂലമായി മാറ്റുന്ന പാർട്ടി കൂടിയാണ്. പല കാര്യങ്ങളിലും അത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത്തരം വലിയ ഒരു എക്സസൈസ് ഒന്നും ആവശ്യമില്ല. അന്ന് RSS എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, അഭിലാഷ് ചോദിക്കുകയാണ്, RSSുമായി അന്ന് ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെ ജനസംഘം വഴി ജനതാ പാർട്ടി വഴി ഉണ്ടായിരുന്നു? ഇല്ല, RSS അന്ന് നിലവിലില്ലാത്തതാണെന്ന് പറഞ്ഞു ഒഴിയാമായിരുന്ന ഒരു കാര്യത്തെ എന്തിനാണ് ഇങ്ങനെ അതുകൊണ്ട് എന്ത് ഗുണമാണ്? അതൊരു രാഷ്ട്രീയമായ സത്യസന്ധതയാണെന്ന് കൂടി പറഞ്ഞുകൂടെ? കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ അന്ന് RSSനെ നിരോധിച്ചിരിക്കുകയാണെന്ന് RSS ഇല്ല എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മാർഷൽ, ഞാൻ പറയുന്ന കാര്യമല്ല. അങ്ങനെ ആയിരിക്കെ അതല്ല എന്ന് പറഞ്ഞ് ഇത് ഓൺ ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നേട്ടം ഈ MV ഗോവിന്ദന്റെ വാക്കുകളിലൂടെ നിലമ്പൂരിൽ അവർ ലക്ഷ്യം വെക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ഗോവിന്ദൻ മാഷെ അവിടെ പോയി ഇന്റർവ്യൂ ചെയ്ത ആളാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ചർച്ചാ വിഷയം എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമി ബന്ധമായിരുന്നു. അപ്പോൾ ഞാനും ഗോവിന്ദൻ മാഷും തമ്മിൽ തർക്കിക്കുകയാണ്, രണ്ടുപേരും തമ്മിൽ തർക്കിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗം പ്രൂവ് ചെയ്യാൻ നിരത്തിയ താർക്കിക യുക്തികളിൽ ഒന്നാണ് അനിവാര്യമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇത്തരത്തിലൊക്കെയുള്ള രാഷ്ട്രീയ സഹകരണങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതൊരു മുന്നണിയല്ല. RSS വർഗീയവാദികളാണ്. RSS ഗാന്ധിയെ കൊന്ന പാർട്ടിയാണ്. പക്ഷേ 77-ൽ ഞങ്ങൾ അവരുമായിട്ട് സഹകരിച്ചില്ലേ? ഇങ്ങനെയൊക്കെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവും. അതായത് ഞാനപ്പോൾ അവിടെ ഉപയോഗിച്ച വാക്ക് നെസസിറ്റി എന്നുള്ള വാക്കാണ്, അനിവാര്യത. അപ്പോൾ ആ അനിവാര്യതയുടെ ഭാഗമായി ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ബന്ധം നിങ്ങൾ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ സഖ്യമായിരുന്നില്ല. ഇത് പ്രൂവ് ചെയ്യാൻ ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തിന്റെ താർക്കിക യുക്തിയിൽ മുന്നോട്ട് വെച്ച വാദങ്ങളാണ്. അതങ്ങനെ വിശാല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചോ, നാളെ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് വെച്ചോ, ദോഷമുണ്ടാകുമെന്ന് വെച്ചോ പോലും അല്ല, അല്ലെങ്കിൽ അങ്ങനെ ദോഷമുണ്ടാകുമോ എന്ന ആന്റിസിപ്പേഷൻ പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇതൊരു തർക്കമായിരുന്നു. ഇതാണ് സംഭവിച്ചത്. അല്ല, ഇത്തരം ഒരു തർക്കത്തിലേക്ക് എത്തുമ്പോൾ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം മാറി എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ വാദം ശരിയല്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ RSSന്റെ നിലപാട് മാറി. RSSും CPM-ഉം അന്ന് ഒന്നിക്കുന്നെങ്കിൽ ഇന്ദിരാഗാന്ധി ഒരു ഫാസിസ്റ്റ് ഭരണകൂടമായി മാറുന്നു എന്നുള്ള ഘട്ടം വരുമ്പോഴാണ് അടിയന്തരാവസ്ഥയുടെ ഘട്ടമാണ്. ആ അടിയന്തരാവസ്ഥയെ എല്ലാവരും അങ്ങ് മറന്നിട്ട് ഇങ്ങനെ അവർ ഒരുമിച്ച് ചേർന്നത് എന്താണെന്നല്ല ചോദ്യം. അല്ല, അത് പൊളിറ്റിക്കലി തന്നെ പറഞ്ഞു. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് ദിമിത്രോവ് തീസിസ് എന്ന് പറഞ്ഞ ജോർജി ദിമിത്രോവ്, ബൾഗേറിയൻ കമ്മ്യൂണിസ്റ്റ് ലീഡർ, 1930-കളിൽ ഫാസിസത്തെ നേരിടാൻ ഐക്യമുന്നണി ഉണ്ടാക്കാം എന്ന ഒരു തീസിസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സോവിയറ്റ് റഷ്യയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വരെ ബ്രിട്ടനൊപ്പം നിന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1940-കളിൽ ബ്രിട്ടന്റെ ഒപ്പം വരുന്നു. കാരണം ഈ പറഞ്ഞ ഫാസിസത്തിനെതിരെയുള്ള ഐക്യമുന്നണിയുടെ ഭാഗമാണ്. ഇവിടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും റദ്ദാക്കി അടിയന്തരാവസ്ഥ എന്ന ഫാസിസ്റ്റ് വ്യവസ്ഥ വന്നപ്പോൾ അതിനെതിരെ സാധ്യമായ എല്ലാവരുമായും കൈകോർത്ത് പോരാടി എന്ന ഒരു പൊളിറ്റിക്കൽ ക്ലാരിഫിക്കേഷനിൽ അവസാനിക്കേണ്ട വിഷയമാണ്. അത് ഈസി ആയിട്ട് പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു പൊസിഷനുമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 89-ലെ കാര്യം, 89-ൽ രാജീവ് ഗാന്ധി സർക്കാരിനെ പരാജയപ്പെടുത്താൻ, കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പുതിയ സർക്കാർ വരുന്നു. അപ്പോൾ VP സിംഗ് നേതൃത്വത്തിലുള്ള സർക്കാർ വരുന്നു. ഈ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നതിൽ CPM-ഉം CPI-യും BJP-യും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പം പ്രതിപക്ഷം ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണം അല്ലെങ്കിൽ പ്രശ്നം അതാണ്. അപ്പൊ നാളെ വേണമെങ്കിൽ CPM ആ കാര്യത്തിലും പറയും, അല്ല ഞങ്ങൾ BJP-യുമായി സഹകരിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അത് രാജീവ് ഗാന്ധി സർക്കാരിനെ അല്ലെങ്കിൽ അഴിമതി സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടി എടുത്ത ഒരു നിലപാട് എന്നുള്ളതാണ് CPM എപ്പോഴും എടുത്തിട്ടുള്ള നിലപാട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെയും ശരിക്കും പറഞ്ഞാൽ BJP-യെ സപ്പോർട്ട്, BJP-യുടെ സഹകരണത്തോടു കൂടി അല്ലെങ്കിൽ BJP-യുമായി ചേർന്ന് നിന്നുകൊണ്ട് പുറത്ത് നിന്ന് സർക്കാരിനെ പിന്തുണച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരോക്ഷമായെങ്കിലും RSSന്റെ പിന്തുണ കൂടിയാണത്. അതെ, BJP-യും CPM-ഉം ഒരേ സർക്കാരിനെ പിന്തുണച്ചിരുന്ന VP സിംഗ് സർക്കാരിന്റെ കാലത്താണ് LK അദ്വാനിയുടെ രഥയാത്ര സമസ്തിപൂരിൽ തടയുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ സർക്കാർ വന്നപ്പോഴാണ് ബാബറി മസ്ജിദ് തകർന്നു വീഴുന്നത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, മണ്ഡൽ കമ്മീഷനെ നിയോഗിച്ചത് മൊറാർജി ദേശായിയാണ്. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ ഭരണം വന്നു, ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയത് VP സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ്. ഈ പറഞ്ഞ വാദത്തെയും പൊളിറ്റിക്കലി വേണമെങ്കിൽ അവർക്ക് നേരിടാം. പക്ഷെ ഇതൊന്നും പറയുന്നില്ല. ഇതിപ്പോ ഒരു ബോംബ് വീണ പ്രതീതിയിൽ
എന്താ പറയുക ന്യായീകരണത്തിലേക്ക് പോകുന്നു, കൗണ്ടർ അറ്റാക്കിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. മുസ്ലിം ലീഗിന്റെ പല തീരുമാനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പല മുദ്രാവാക്യങ്ങളെയും CPM ഏറ്റെടുത്തിട്ടില്ല, അല്ലെങ്കിൽ CPM പിന്തുണ കൊടുത്തിട്ടില്ലേ? നിയമസഭയിൽ, നമ്മുടെ കേരള നിയമസഭയിൽ എത്രയോ കാര്യങ്ങളിൽ മുസ്ലിം ലീഗും കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് ഒരേ പ്രമേയം ഐക്യകണ്ഠേന പാസ്സാക്കുന്നു എന്ന് കരുതി അവരുടെ രാഷ്ട്രീയം CPM അംഗീകരിക്കുന്നു എന്നാണോ? അല്ല, അത് ഞാൻ ഒരു കാര്യം പറയാം. വരും കാല രാഷ്ട്രീയത്തിൽ CPM-ന് ഒരിക്കലും തൂത്താലും മായ്ച്ചാലും പോകാത്ത രീതിയിലുള്ള വലിയൊരു ബാധ്യതയായിട്ട് അഭിലാഷിനോട് പറഞ്ഞ കാര്യം, അതൊരു 10-15 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ചർച്ചയിൽ പോലും അന്ന് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഞങ്ങളും RSS-മായി ചേർന്നിട്ടില്ലേ എന്ന് പറഞ്ഞിട്ടില്ലേ? പണ്ടത്തെ കാലത്താണെങ്കിൽ പത്രങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തതാണെന്ന് വേണമെങ്കിൽ പോലും പറയാമായിരുന്നു. ഇത് സൗണ്ട് ബൈറ്റ് അല്ലേ, വിഷ്വൽസ് ഉണ്ട്, സംസാരമുണ്ട്, അതിനെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? എയുടെ കാലമായിരുന്നു എന്ന് പറഞ്ഞൊക്കെ നിഷേധിക്കേണ്ടേ പറ്റുള്ളൂ. അല്ലാതെ പക്ഷേ ഇത് ചരിത്രത്തിൽ, മാധ്യമ ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു കാര്യമാണ്. CPM-ന് ഇതിന് പെട്ടെന്നൊന്നും എന്തെങ്കിലും മറുപടി പറഞ്ഞ അല്ലെങ്കിൽ ആളുകളെ മറ്റൊന്നായിട്ട് കാണിച്ചൊന്നും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് CPM-ന് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും ഇത്തരമൊരു തിരിച്ചടി കൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ CPM നേരിടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നൽകുന്ന അഭിമുഖങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും സ്വാഭാവികമായിട്ടും ഇത്തരം അപകടങ്ങൾ കൂടി മുൻകണ്ട ഏത് സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് വിശദമാക്കണമെന്നുള്ള ഒരു തീരുമാനം നേതാക്കന്മാരെടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും ഇത് ഒരു ആയുധമായും മാറാം.